രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വോട്ട് രേഖപ്പെടുത്താനായി എത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ജവഹർ നഗർ LP സ്കൂളിലാണ്, ബൂത്ത് നമ്പർ 5-ലാണ് അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തുക. ശാലിനി ഒപ്പം ചേരുന്നുണ്ട്. ശാലിനി, സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വോട്ടർ, അതാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്ന നമ്മുടെ ഗവർണർ. പറയൂ. തന്നെയാണ് സംസ്ഥാനത്തെ പ്രഥമ വോട്ട്, അല്ലെങ്കിൽ സംസ്ഥാനത്തെ ആദ്യത്തെ പൗരന്റെ വോട്ട് അങ്ങനെ രേഖപ്പെടുത്താനായി ജവഹർ നഗർ LP സ്കൂളിലേക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആദ്യമായിട്ട് കേരളത്തിൽ വോട്ട് രേഖപ്പെടുത്തുകയാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഗവർണറായി എത്തിയതിന് ശേഷം തന്നെ അദ്ദേഹത്തിന്റെ വോട്ട് കേരളത്തിലേക്ക് മാറ്റിയിരുന്നു. മറ്റ് SIR ഒക്കെ നടപടിക്രമങ്ങൾ ആരംഭിച്ചപ്പോഴും അതിനോടൊക്കെ വളരെ വേഗം പ്രതികരിച്ച, ആദ്യം തന്നെ ആ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയ ഒരു വ്യക്തി കൂടിയാണ്, ഒരു വോട്ടർ കൂടിയാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അദ്ദേഹം ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ഇവിടെ വോട്ട് രേഖപ്പെടുത്താനായി എത്തുമെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് രാജ്ഭവൻ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെ തന്നെ അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ എത്തി ഇവിടെ വിലയിരുത്തലുകളും ക്രമീകരണങ്ങളും ഒക്കെ നടത്തി, സുരക്ഷാ പരിശോധന നടത്തി. തൊട്ടു പിന്നാലെ തന്നെ ഏകദേശം 5 മിനിറ്റ് 10:55 രാജ്ഭവനിൽ നിന്ന് ഇറങ്ങി 11 മണിയോടുകൂടി അദ്ദേഹം ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. വോട്ട് രേഖപ്പെടുത്താനായി നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നു. അല്പസമയത്തിനകം വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും. എന്തായാലും തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, മറ്റ് ജില്ലകളെ സംബന്ധിച്ചിടത്തോളം വോട്ടിംഗ് ശതമാനത്തിൽ നേരിയ ഒരു കുറവ് ഈ അവസാനത്തെ അപ്ഡേഷൻ വരുമ്പോഴുണ്ട്. 10:32 വന്നിട്ടുള്ള അപ്ഡേഷനിൽ തിരുവനന്തപുരം ജില്ലയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ടോട്ടൽ പോൾഡ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 21.16%. മറ്റ് ജില്ലകളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലെ വോട്ടിംഗ് ശതമാനം പരിശോധിക്കുകയാണെങ്കിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു നിൽക്കുന്നത് തിരുവനന്തപുരത്തും ഇടുക്കിയിലുമാണ്. അതിൽ തന്നെ ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം കുറഞ്ഞു നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. എന്തായാലും നിലവിലെ കാലാവസ്ഥയൊക്കെ ഒരു അനുകൂലമാണ്. വരും മണിക്കൂറിൽ വോട്ടിംഗ് ശതമാനം പെർസെൻറ്റേജ് കൂടുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഗവർണറുടെ ഒരു പ്രതികരണം നമുക്ക് നൽകാൻ സാധിക്കുമെന്നുള്ളതാണ്. കാരണം കേരളത്തിൽ ആദ്യമായി അദ്ദേഹം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് വോട്ട് രേഖപ്പെടുത്തിയതാണ്. അപ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിനെ പറ്റി, പ്രത്യേകിച്ച് കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ പറ്റിയും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കേൾക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചൂണ്ടുവിരൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം ഈ കൈകൾ മഷി പുരട്ടിയ ആ ദൃശ്യം പ്രേക്ഷകർക്ക് കാണാനായും ഒപ്പം തന്നെ മാധ്യമങ്ങൾക്ക് കാണാനും ഒക്കെയായി അദ്ദേഹം എല്ലാവരെയും കാണിക്കുന്നു. എന്തായാലും അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് I don't know how many have voted so far, but good day. I wish all the voters should come, not only here, throughout our state, and they should have their democratic right exercised in a very nice way. That is a part of duty. വോട്ടർമാർക്ക് ആശംസ അറിയിച്ചു. അതാണ് അദ്ദേഹം പറഞ്ഞത്. വോട്ട് രേഖപ്പെടുത്തിയതിലുള്ള സന്തോഷവും അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ തിരക്കായിരുന്നു. ആ തിരക്കിനിടയിലാണ് അദ്ദേഹം ആ ഒരു ചെറിയ പ്രതികരണം നടത്തിയത്. അദ്ദേഹം ഇവിടെ നിന്നും വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മടങ്ങിയിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം ഇനി മറ്റ് വ്യക്തികൾ ഇങ്ങോട്ടേക്ക് വോട്ട് രേഖപ്പെടുത്താനായി എത്തും എന്നുള്ളതാണ്. ഒ രാജഗോപാൽ, മുൻ തിരുവനന്തപുരത്തെ നിയമം MLA ഒക്കെ ആയിരുന്ന, കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്ന ഒ രാജഗോപാൽ അടക്കമുള്ളവർ ഇവിടേക്ക് വോട്ട് രേഖപ്പെടുത്താനായി എത്തും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ വോട്ടിംഗ് ശതമാനമൊക്കെ വരും മണിക്കൂറിൽ കൂടുമെന്നുള്ള പ്രതീക്ഷകളും തലസ്ഥാനത്ത് നിന്ന് പങ്കുവെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് BJP സംബന്ധിച്ചിടത്തോളം, മറ്റ് ഇടത് വലത് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്താനിരിക്കുന്ന സാഹചര്യം, അതിന് മുന്നോടിയായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഓരോ മുന്നണികളെയും വിലയിരുത്തുകയാണ് സാധാരണ വോട്ടർമാർ. അപ്പോൾ അതിൽ എത്രത്തോളം പ്രതീക്ഷ, എത്രത്തോളം വിജയം ഉണ്ടാകുമെന്നൊക്കെയുള്ള ഒരു ആശങ്കയും പ്രതീക്ഷകളും ഒക്കെ നിറഞ്ഞ മണിക്കൂറുകളിലൂടെയാണ് ഇപ്പോൾ തലസ്ഥാനമടക്കം സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന 7 ജില്ലകളും കടന്നു പോവുകയും ചെയ്യുന്നത്. എന്തായാലും അല്പസമയത്തിനകം രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വോട്ട് രേഖപ്പെടുത്തി.